ലോക ശില്പകലയ്ക്ക് ഇന്ത്യയുടെ സംഭാവനയാണ് ബേലൂർ ചെന്നകേശവ ക്ഷേത്രത്തിലെ ശില്പ അത്ഭുതങ്ങൾ. കർണാടക സംസ്ഥാനത്തിലെ ഹാസൻ ജില്ലയിലെ ഒരു പട്ടണവും താലൂക്കുമാണ് ബേലൂർ. ഹൊയ്സാല വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായ ചെന്നകേശവ ക്ഷേത്രത്തിന് ഈ നഗരം പ്രശസ്തമാണ്. രാമാനുജ ആചാര്യരുടെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലം. 12-ാം നൂറ്റാണ്ട് മുതൽ വൈഷ്ണവ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. ദ്വാരസമുദ്ര അഥവാ ഹലേബീഡ് നിർമ്മിക്കുന്നതിനു മുമ്പ് ഹൊയ്സാല രാജവംശത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനം കൂടിയായിരുന്നു ഇത്. ബേലൂരിലെയും ഹലബീഡുവിലെയും ഹൊയ്സാല സ്മാരകങ്ങൾ 2023 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളായി പ്രഖ്യാപിച്ചു. പശ്ചിമഘട്ടത്തിന് കിഴക്ക് 3200 അടി ഉയരത്തിലാണ് ബേലൂർ. വടക്കൻ കർണാടക, പടിഞ്ഞാറൻ ആന്ധ്രാപ്രദേശ്, വടക്കൻ തമിഴ്നാട് എന്നിവയുമായി സമീപത്തുള്ള ഹലബീഡുവും നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്തിന് ചുറ്റും 10-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഹൊയ്സാല രാജവംശം അധികാരത്തിൽ വന്നു. 11-12 നൂറ്റാണ്ടുകളിലെ അവരുടെ സ്വന്തം ലിഖിതങ്ങൾ അനുസരിച്ച് അവർ മഹാരാഷ്ട്രയിലെ കൃഷ്ണ ബലദേവ വേരുകളുടെയും യാദവരുടെയും പിൻഗാമികളായിരുന്നു. ക്ഷേത്രത്തിനും കലാപാരമ്പര്യത്തിനും പേരുകേട്ട കല്യാണ ചാലൂക്യ ഹിന്ദു രാജവംശവുമായി അവർ ബന്ധത്തിൽ ഏർപ്പെട്ടു. 11-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്നു ബേലൂർ. അവർ ദ്വാരസമുദ്രം അഥവാ ഹലബേഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് ഇവിടെ കണ്ടെത്തിയ ലിഖിതങ്ങൾ അനുസരിച്ച് ഹൊയ്സാല കാലഘട്ടത്തിൽ ഇതിനെ വേളൂർ അല്ലെങ്കിൽ വേലാപുരി എന്നാണ് വിളിച്ചിരുന്നത്. The god height is 9 feet and now they decorated in silver ornament. In the time of Kadu festival, they decorated whole golden ornament, and the founder of this temple is Ramanujacharya. And in the time of April, the Kadu festival is going on here, and so many beautiful art sculptures are there. And this is one of the world famous temple in India, in this India, and also heritage temple. This one temple. 14-ാം നൂറ്റാണ്ട് വരെ ബേലൂർ ഒരു ബദൽ തലസ്ഥാനമായി തുടർന്നു. അവർ അതിനെ ഭൗമിക വൈകുണ്ഠം അഥവാ വിഷ്ണുവിൻ്റെ വാസസ്ഥലം എന്നും ദക്ഷിണ വാരണാസി എന്നും പിൽക്കാല ലിഖിതങ്ങളിൽ പരാമർശിച്ചു. 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധൻ ഹിന്ദു തത്വചിന്തകനായ രാമാനുജാചാര്യരെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് പേരുകേട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും നഗരമായി അത് മാറി. 1117 ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമായ ബേലൂരിലെ യാഗച്ചി നദിയുടെ തീരത്ത് വിഷ്ണുവർദ്ധന രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 3 തലമുറകളിലായി നിർമ്മിച്ച ഈ ക്ഷേത്രം 103 വർഷമെടുത്തു പൂർത്തീകരിക്കാൻ. യുദ്ധസമയത്ത് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ചരിത്രത്തിൽ ആവർത്തിച്ച് അവ പുനർനിർമ്മിച്ചതായി കണക്കാക്കപ്പെടുന്നു. ചെന്നകേശവ അഥവാ സുന്ദരനായ കേശവൻ ഹിന്ദു ദൈവമായ വിഷ്ണുവിൻ്റെ ഒരു രൂപമാണ്. മധ്യകാല ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഇത് ഭക്തിപൂർവ്വം വിവരിച്ചിരിക്കുന്നു. വൈഷ്ണവ മതത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇത് തുടരുന്നു. വാസ്തുവിദ്യ, ശില്പങ്ങൾ, റിലീഫുകൾ, ഫ്രൈസുകൾ, പ്രതിമകൾ, ലിഖിതങ്ങൾ, ചരിത്രം എന്നിവയാൽ ക്ഷേത്രം ശ്രദ്ധേയമാണ്. ക്ഷേത്ര കലാസൃഷ്ടിയിൽ 12-ാം നൂറ്റാണ്ടിലെ മതേതര ജീവിതത്തിൻ്റെ രംഗങ്ങളും നർത്തകരും സംഗീതജ്ഞരും കൂടാതെ രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ ചിത്രപരമായ വിവരണവും നിരവധി ഫ്രൈസുകളിലൂടെ ചിത്രീകരിക്കുന്നു. ശൈവമതത്തിലെയും ശക്തിമതത്തിലെയും നിരവധി തീമുകളും ജൈനമതത്തിൽ നിന്നുള്ള പ്രത്യേക ശില്പങ്ങളും ബുദ്ധമതത്തിൽ നിന്നുള്ള ബുദ്ധൻ്റെയും ശില്പങ്ങളും ഭക്തിപൂർവ്വം ഉൾക്കൊള്ളുന്ന ഒരു വൈഷ്ണവ ക്ഷേത്രമാണിത്. 12-ാം നൂറ്റാണ്ടിലെ ദക്ഷിണേന്ത്യയിലെയും ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെയും ഭരണത്തിലെയും കലാപരവും സാംസ്കാരികവും ദൈവശാസ്ത്രപരവുമായ വീക്ഷണങ്ങളുടെ സാക്ഷ്യമാണ് ചെന്നകേശവ ക്ഷേത്രം.
ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഹൊയ്സാല കാലഘട്ടം ഏകദേശം AD 1000 ആരംഭിച്ച് 1346 വരെ തുടർന്നു. ഈ കാലയളവിൽ 958 കേന്ദ്രങ്ങളിലായി 1500ഓളം ശില്പ ക്ഷേത്രങ്ങൾ അവർ നിർമ്മിച്ചു. പഴയ ലിഖിതങ്ങളിലും മധ്യകാല ഗ്രന്ഥങ്ങളിലും ബേലൂരിനെ ബെലുഹൂർ, വേളൂർ, വേലാപുര എന്നൊക്കെ വിളിച്ചതായി ചരിത്രം. കലാചരിത്രകാരനായ ആദം ഹാർഡി ഇത്തരം വാസ്തുവിദ്യാ സമ്പ്രദായത്തെ കർണാടക ദ്രാവിഡ പാരമ്പര്യം എന്നാണ് വിളിക്കുന്നത്. കലാകാരന്മാർക്കും കലാഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും എന്നും ഒരു അത്ഭുത തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ചെന്നകേശവ ക്ഷേത്രം. ബേലൂരിലുള്ള തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം വിഷ്ണുവർദ്ധനൻ പിന്നീട് ധോര സമുദ്ര എന്നറിയപ്പെടുന്ന ഹലേബീഡുവിലേക്ക് മാറ്റി. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അത്. 1140 അദ്ദേഹം മരിക്കുന്നതുവരെ അതിൻ്റെ നിർമ്മാണം തുടർന്നു. 1150 ഹൊയ്സാലേശ്വര ക്ഷേത്രവും 1258 സോമനാഥപുരയിലെ ചെന്നകേശവ ക്ഷേത്രം പോലെ 200 കിലോമീറ്റർ അകലെയുള്ള മറ്റ് ക്ഷേത്രങ്ങളും പൂർത്തിയാക്കിയ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തുടർന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രവും സൗന്ദര്യശാസ്ത്രവും ഈ ശില്പങ്ങൾ നമ്മളോട് സംവദിച്ചു കൊണ്ടേയിരിക്കും.